ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരു വിനീസ് കിച്ചണിൻ്റെ വീക്ക്ലി റൗണ്ട് അബൌട്ട് കാണാൻ. ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഒരു 10 ദിവസം എന്താണ് വിനീസ് കിച്ചണിൽ നടന്നത് എന്നുള്ളത് ഞാൻ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ വിനീസ് കിച്ചണിൽ നമ്മൾ ദോശമാവും ആപ്പമാവും നമ്മൾ കൊടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയ ദോശമാവും ആപ്പമാവും ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ വിനി ചുടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരുന്നു, നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒളിച്ചു മറവുമില്ല. ഓക്കെ, നമ്മളെന്താണോ നമുക്കറിയുക അത് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ ആപ്പമാവിൽ ഞാൻ ഉപ്പ് അതേമാതിരി തന്നെ എന്താണ് സോഡാപ്പൊടിയൊന്നും ഇടാറില്ല. ഈസ്റ്റ് മാത്രം ഇട്ടിട്ട് പുളിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് ഒരു 4 മണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആപ്പം ഉണ്ടാക്കുക. ആപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ആപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിനീസ് കിച്ചണിൽ ആപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, നമ്മൾ ആപ്പം ഉണ്ടാക്കി നമ്മൾ കൊടുക്കാറുണ്ട്. ഇടിയാപ്പം ആപ്പം വരുന്ന ദിവസങ്ങളുണ്ട്. അതെങ്ങനെയാണ് ആപ്പം ഞാൻ സപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓരോ ആപ്പം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇല വയ്ക്കുമ്പോൾ അടക്കം എനിക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഞാൻ എപ്പോഴും ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാറുള്ളത്. ഞാൻ ശർക്കരയും അതേമാതിരി തന്നെ തേങ്ങാപ്പാലും കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഒഴിച്ചിട്ട് കഴിക്കേണ്ടത് എന്നുള്ളതും കൂടിയിട്ട് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു ടേസ്റ്റും ഈ ഒരു ഫ്ലേവറും ഒന്നും ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ ആ അറിയാത്ത ആൾക്കാർക്ക് നമ്മൾക്കത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ വിനീസ് കിച്ചണിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കുക്കിംഗ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഈ എല്ലാ കസ്റ്റമേഴ്സും എല്ലാ ക്ലയൻസും അതിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോ ദിവസം നടന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾക്ക് എന്താണോ മീൽസ് വരാൻ പോകുന്നത് എല്ലാം അതിൽ പോസ്റ്റ് വരും കിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് ഒരു ഫിഷ് സദ്യ, അതായത് സീ ഫുഡ് സദ്യയുടെയാണ് നിങ്ങൾ കാണുന്നത്. നെത്തോലി വറുത്തത്, അതേമാതിരി തന്നെ മീൻ പീര, മറ്റേ തമിഴ്നാട് സ്റ്റൈലിലുള്ള എന്താണ് പറയുക മീൻ കുളമ്പ്, അതേമാതിരി ചെമ്മീനും തേങ്ങയും കൂടിയിട്ടിട്ടുള്ള മറ്റേ മസാല പോലെ, അതേമാതിരി തന്നെ ചൂരമീൻ തോരൻ, ഇത് എന്താണ് അയിലയിട്ടിട്ടുള്ള മീൻ കറി, അതേമാതിരി ഉണക്ക മറ്റേ മീനും കൊണ്ടുള്ള തോരൻ പോലെ, അതേമാതിരി നല്ല ശർക്കര ഇട്ടിട്ടുള്ള അടപ്പായസമായിരുന്നു. പിന്നെ ചോറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അതായത് സീ ഫുഡ് സദ്യയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ദിവസം വന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് റിക്വസ്റ്റ് ആയിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ക്ലയൻസിന് ഒരുപാട് ഇഷ്ടമുള്ള ഫൈത്ത റോളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാം എൻ്റെ റെസിപ്പി തന്നെയാണ്. അതായത് ഫൈത്ത റോളിൽ ഞാൻ ചെറിയ ടോട്ടിയ, അതായത് മീഡിയം സൈസ് ടോട്ടിയ എടുത്തിട്ടാണ് ഇപ്രാവശ്യം ചെയ്തത്. നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ്. സ്മോൾ ഉണ്ട്, അതേമാതിരി തന്നെ മീഡിയം ഉണ്ട്, അതേമാതിരി തന്നെ ലാർജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആവക്കാഡോ സാൽസയാണ് ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ചിക്കൻ ഫഹീത്ത ഇട്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് പറയുക അതിലേക്ക് ഹോട്ട് സോസ് ഒഴിക്കുക. ഹോട്ട് സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ലെറ്റ്യൂസും അതേമാതിരി എല്ലാം, അതായത് എനിക്ക് ഫഹീത്ത എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വേണം. ഉള്ളിലത്തെ ഫില്ലിങ് എല്ലാ ബൈറ്റിലും വേണം. അത് നോൺ വെജുകാർക്ക് ഞാൻ ചിക്കൻ കൊണ്ടും വെജിന് സെയിം തന്നെ ഞാൻ പന്നീർ കൊണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഫഹീത്ത മസാല വാങ്ങിച്ചിട്ടിടുക അങ്ങനെയൊന്നുമല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഓരോ ബൈറ്റും അല്ലെങ്കിൽ ഓരോ റോളും ഒരു റോള് കഴിച്ചാലും തൃപ്തിയായിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ ആ ഫഹീത്ത റോളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ അടിപൊളിയായിട്ടുള്ള
നമ്മുടെ പണിയാരങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ സൂപ്പർ ഹിറ്റ്. അതായത് ഞാൻ കൊടുത്തിരുന്ന വെറൈറ്റി എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ചിക്കൻ പണിയാരം. ഓക്കെ, അതല്ലാതെ വെറുതെ മാവിൻ്റെ ഉള്ളിൽ ചിക്കൻ വെക്കണതല്ലാട്ടുള്ളൂ. അപ്പോൾ അതേമാതിരി തന്നെ ഇത് ബീട്രൂട്ടും പന്നീരും കൂടിയിട്ടുള്ള പണിയാരത്തിൻ്റെ മാവാണ്. പിന്നെ വന്നത് നമ്മുടെ സാധാരണ ചെട്ടിനാട് പണിയാരത്തിൻ്റെ മാവാണ്. പണിയാരത്തിൻ്റെ മാവ് ഞാൻ തന്നെ അരയ്ക്കണതാണ്, എന്നിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് മസാല പണിയാരത്തിന് വേണ്ടിയിട്ടുള്ള മസാല സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലകളാണ്. ഇനി ഉരുണ്ട പിടിക്കണം. ഇതാണ് അരയ്ക്കുന്ന പണിയാരം മാവിൻ്റെ കൂട്ട് എന്ന് പറയണമെങ്കിൽ. ഇതുപോലെ ആയിരിക്കും പണിയാരം മാവ്, അല്ലാതെ ദോശമാവിലല്ലാട്ടുള്ളൂ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിന് സെർവ് ചെയ്തിരിക്കുന്ന 2 ചട്നി, പുതിനയും മല്ലിയിലയും ചട്നി, പിന്നെ ഗാർലിക്കും ടൊമാറ്റോയും കൂടിയുള്ള ചട്നി. അപ്പോൾ ഓരോ പണിയാരത്തിലും, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റി പണിയാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പണിയാരം എന്ന് പറയുന്നത്. അതല്ലാണ്ട് ധൃതി വെച്ചിട്ട് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഒരു ചിക്കൻ പണിയാരം എന്ന് പറയുന്നത് ഇതായിരിക്കും. അതേമാതിരി ചിക്കൻ പണിയാരത്തിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ബൈറ്റിലും നിങ്ങൾക്ക് ചിക്കൻ ഫീൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ആ കൂട്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് എല്ലാവർക്കും, കഴിച്ചവരെല്ലാവരും, അതായത് കൊണ്ടുപോയി ഡെലിവറി കൊടുത്തിട്ട് അടുത്ത വീട് എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞുല്ലോ വിനി, ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുള്ള സൂപ്പർ ഹിറ്റ് റെസിപ്പീസായിരുന്നു. സത്യം പറഞ്ഞാൽ അഭിമാനമുണ്ട്. ഒരു റെസിപ്പി ഉണ്ടാക്കി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതെല്ലാവരും കഴിച്ച് അത് വിനി ഇനിയും ഉണ്ടാവുമോ നിങ്ങളുടെ അടുത്ത് എടുക്കാൻ എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്തുല്ലോ ഭംഗിയായിട്ട്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടുവല്ലോ എന്നുള്ള സന്തോഷം എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ കുക്കിങ്ങിൽ ബാക്കിയുള്ളവരെ ഹാപ്പി ആയിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേക്സ് മൈ ഡേ. അതേമാതിരി പിന്നെ നമ്മുടെ മുരിങ്ങക്കായ ഹാർവെസ്റ്റിൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇനി ഒരുപാടുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും എടുത്തില്ല. എൻ്റെ പക്കൽ എനിക്ക് കിട്ടണതൊക്കെ ഞാൻ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുക്കിങ്ങിന് എന്തായാലും വേണം. അതിന് പുറമേ തന്നെ എല്ലാവർക്കും കൊടുത്തു. ഞാൻ എല്ലാവർക്കും നല്ല സൂപ്പർ മുരിങ്ങക്കായായിരുന്നു. പിന്നെ മീൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മീൽസിൻ്റെ ഓർഡറിൽ 2 തരം ചോറ്, അതായത് നമ്മുടെ മട്ടയരിയും സാധാരണ പൊന്നിയരിയും ചോറ്, അത് ക്ലയൻസിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതായത് എന്താണോ ചോറ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഉള്ളത് അവിയലായിരുന്നു. അത് വെള്ള അവിയൽ, പാലക്കാടൻ സ്റ്റൈൽ വെള്ള അവിയൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് എല്ലാവരും കഴിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ, നമ്മുടെ അവിടുത്തെ എടുത്തിട്ടുള്ള മുരിങ്ങക്കായും ഇതിലിട്ടിട്ടുണ്ട് കേട്ടുള്ളൂ. പിന്നെ ഉള്ളത് ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരനും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, ക്രീമി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ്. അതല്ലാതെ ഓടണ പോലത്തെ പച്ചടി ഞാൻ ഒരിക്കലും വെക്കാറില്ല. പിന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ഇവിടെ മെഴുക്ക് വരട്ടികളിൽ സൂപ്പറായിട്ടും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വിനിയുടെ പയർ മെഴുക്ക് വരട്ടി സൂപ്പറാണെന്ന്. അങ്ങനെ പയർ മെഴുക്ക് വരട്ടി, പപ്പടം, പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ അസൽ നെയ് പായസം. അപ്പോൾ എവ്രിബഡി കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് എന്നോട് അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്, വിനി അമ്പലത്തിൽ പോയ പോലെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ വളരെ സൂപ്പറായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടുള്ളൊരു ബേബി ഷവറിൻ്റെ ഒരു കേറ്ററിങ്ങിൻ്റെ ഓർഡറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് എന്താണ് പറയുക, നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതിൽ വെക്കാനുള്ള ഐറ്റംസാണ്. വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പം, ലഡ്ഡു, അച്ചപ്പം, അതേമാതിരി തന്നെ ക്ലയൻറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുള്ള അവരുടെ ഗിഫ്റ്റ്, വെറ്റില അടയ്ക്ക, അതേമാതിരി കുങ്കുമം, മഞ്ഞളും കുങ്കുമത്തിൻ്റെത് എല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരുടെ ഇതിലും റിട്ടേൺ ഗിഫ്റ്റായിട്ടുള്ള രീതിയിൽ വെച്ചിട്ട് ക്ലയൻറ്റ് അവർ പോണ സമയത്ത് കൊടുക്കുന്ന പോലെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഈവൻറ്റും ഇല്ലെങ്കിൽ ഓരോ കേറ്ററിങ്ങും നമ്മൾ അത്ര പേഴ്സണലായിട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറില്ല. എല്ലാം വളരെ നീറ്റായിട്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വിനിക്ക് സഹായത്തിന് ആരുണ്ട്? ആരുമില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 വെറൈറ്റി റൈസ് ഉണ്ടായിരുന്നു. അവരുടെ ഡിന്നർ മെനു ആണത്. ലെമൺ റൈസ്, പുളിയോദര, കേർഡ് റൈസ് ആൻഡ് ടൊമാറ്റോ റൈസ്. ആൻഡ് ഈച്ച് ആൻഡ് എവ്രി വൺ എന്നെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് വിനി എന്ന്. നേദ്യത്തിനുള്ള പായസവും പാലടപ്രഥമനും. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയിട്ടുണ്ട്.
എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പോയ സമയത്ത് ഉടുത്തിരുന്ന സാരിയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.